കേന്ദ്ര സർക്കാരിനെതിരെ സിപിഎം ജില്ലാ കമ്മിറ്റി BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സിപിഎമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ബിജെപി ഫാസിസ്റ്റ് അല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ധാരണയോടെയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. LDF സ്ഥാനാർത്ഥി ഷഹർബാൻ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പൂരലഹരിയിൽ ഉത്രാളിക്കാവ്, എങ്കേക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങളിലെ പൂരാഘോഷം ആവേശ കൊടുമുടി. കുമരനെല്ലൂർ ദേശത്തിന്റെ വെടിക്കെട്ട് വൈകിട്ട്. ബില്യൺ പീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ പരാതികളുടെ എണ്ണം കൂടുന്നു. 50-ലധികം പേരാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വീട്ടമ്മമാർ കുടങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി. ചൂട് ശക്തമായതോടെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ തീപിടുത്തം. ഇരിങ്ങാലക്കുടയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. പുഴയ്ക്കൽ പാടത്തുണ്ടായ തീപിടുത്തത്തെ തുടർന്നുണ്ടായ കനത്ത പുക യാത്രക്കാരെ ദുരിതത്തിലാക്കി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സിപിഎമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ബിജെപി ഫാസിസ്റ്റ് അല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ധാരണയോടെയാണെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ. ഇന്ത്യയിൽ ഫാസിസത്തിലേക്കുള്ള ചുവടുവയ്പായി ബിജെപി സർക്കാർ ഫാസിസ്റ്റ് പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുതയെന്നും ശൈലജ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സിപിഎം തൃശൂർ BSNL ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശൈലജ ടീച്ചർ. ബിജെപി ഗവൺമെന്റ് കൂടുതൽ അപകടകാരിയാണ് എന്ന് സിപിഎം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം ഫാസിസ്റ്റ് പ്രവണതകൾ കൂടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജെപി സർക്കാർ. RSSന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കാൻ ബിജെപി ഗവൺമെന്റ് ശ്രമിക്കുന്നു. ചില മാധ്യമങ്ങൾക്ക് ഒരു സംശയമുണ്ടായി. സിപിഎമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ബിജെപി ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത്. നല്ല ധാരണയോടുകൂടിയാണ് സിപിഎം രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നത്. ഒട്ടും അതിഭാഗത്വമോ ഒട്ടും കുറവോ കൂടുതലോ വരുത്താതെ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വഭാവം എന്നാണ് സിപിഎം ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത്. RSSും BJPയും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ഫാസിസം നടപ്പിലാക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഫാസിസം നടപ്പിലായി കഴിഞ്ഞെന്ന് പറയാറായിട്ടില്ല. ഫാസിസത്തിലേക്കുള്ള പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഫാസിസം നടപ്പായിട്ട് അതിനെതിർത്താൽ മതിയെന്നാണ് CPM വിമർശകർ പറയുന്നത്. എന്നാൽ കേന്ദ്രം നവഫാസിസ്റ്റ് പ്രവണത കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിനെതിരായി ശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാക്കുക എന്നതാണ് CPM തീരുമാനം. എന്നാൽ ഏത് വിധേനയും കേരളത്തെ നശിപ്പിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ് ഒരുങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അത് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും അങ്ങനെ തന്നെ വിവേചനപരമായ സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചിരുന്നത്. രണ്ടു കൂട്ടരും തുടരുന്നത് നവ ഉദാരവൽക്കരണ നയങ്ങളാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾക്ക് സാമ്രാജ്യത്വത്തിന് അവരുടെ അജണ്ടകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള പരമാധികാരവും ജനകീയ നടപടികളും അടിയറ വെച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സന്തോഷിപ്പിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുക എന്നതാണ് അർത്ഥം. ഇന്ത്യയുടെ ക്രിമിനൽ നിയമങ്ങൾ ഭേദഗതി ചെയ്ത് ഭാരതീയ ന്യായ സംഹിത എന്ന പേർ നൽകിയത് തന്നെ പ്രത്യേക ഉദ്ദേശത്തിൻ്റെ ഭാഗമാണ്. തങ്ങൾ ഹിന്ദുവിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, ഹിന്ദുവിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു, മറ്റുള്ളവർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ പേർ നൽകൽ. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെ എത്ര കാലത്തേക്ക് വേണമെങ്കിലും വിചാരണ കൂടാതെ ജയിലിലിടാമെന്ന നിയമ ഭേദഗതി BJPയുടെ ഫാസിസ്റ്റ് പ്രവണതയുടെ ഉദാഹരണമാണെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാലൻ, MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുയോഗത്തിന് മുൻപായി തൃശൂർ തെക്കേ ഗോപുരനടയിൽ നിന്ന് BSNL ഓഫീസിന് മുൻപിലേക്ക് 100 കണക്കിന് CPM പ്രവർത്തകർ അണിനിരന്ന മാർച്ച് നടത്തി. TCV ന്യൂസ്, തൃശൂർ. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. LDFിലെ ഷഹർബാൻ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. LDFന് 337 വോട്ടാണ് ലഭിച്ചത്. UDFന് 268 വോട്ടും BJPക്ക് 289 വോട്ടും ലഭിച്ചു. മാന്തോപ്പ് വാർഡിനെ പ്രതിനിധീകരിക്കുന്ന CPM അംഗവും വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷയുമായ ബിന്ദുമോൾ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്.
LDF ഭരിക്കുന്ന പഞ്ചായത്തിലെ 13-അംഗ ഭരണസമിതിയിൽ CPM 5, കോൺഗ്രസ് 3, BJP 3, SDPI 2 എന്നിങ്ങനെയാണ് കക്ഷിനില. UDF-നായി സിജി ഗീവറും BJP-ക്കായി വിനീത ഷിബിയുമാണ് മത്സരിച്ചത്. 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 173 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് CPM സ്ഥാനാർത്ഥിയായ ബിന്ദുമോൾ വിജയിച്ചത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മാന്തോപ്പ് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്നിലാക്കി NDA രണ്ടാമത്. കഴിഞ്ഞ തവണ 199 വോട്ട് ലഭിച്ച NDAക്ക് ഇത്തവണ 289 വോട്ട് ലഭിച്ചു. 90 വോട്ടിന്റെ വർധനവാണ് NDAക്കുണ്ടായത്. NDAക്ക് 268 വോട്ടാണ് ലഭിച്ചത്. ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണ 173 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നിടത്ത് 48 വോട്ടിന്റെ ലീഡായി ചുരുക്കി. പാരമ്പര്യമായ ആചാരാനുഷ്ഠാനങ്ങളും രാജകീയ പ്രൗഢിയുടെയും മതസൗഹാർദ്ദത്തിന്റെയും സംഗമവേദിയായ ഉത്രാളിക്കാവ് പൂരം ലഹരിയിൽ. എങ്കേക്കാട് കുമരനെല്ലൂർ വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പുകൾ ആവേശമായി. എങ്കേക്കാടിനു വേണ്ടി കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരനും കുമരനെല്ലൂരിനു വേണ്ടി പുതുപ്പള്ളി കേശവനും വടക്കാഞ്ചേരി ഊക്കൻസ് കുഞ്ചുവും തിടമ്പേറ്റി. എങ്കേക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് ചോറ്റാനിക്കര സുഭാഷ് മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള നടപ്പുര പഞ്ചവാദ്യം അകമ്പടിയായി. കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് ചോറ്റാനിക്കര നന്ദപ്പൻമാരാർ നയിക്കുന്ന പഞ്ചവാദ്യവും വടക്കാഞ്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പിന് വൈക്കം ചന്ദ്രന്മാരാർ നയിക്കുന്ന പഞ്ചവാദ്യവും അകമ്പടിയായി. രാത്രി 8-ന് കുമരനെല്ലൂർ ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ പകൽപൂരത്തിന് സമാപനമാകും. ബില്യൺ ബേസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ പരാതികളുടെ എണ്ണം കൂടുന്നു. 50-ലധികം പേരാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ 12% ലാഭവിഹിതം നൽകുമ്പോൾ 36% ലാഭവിഹിതമാണ് ബില്യൺ ബേസ് നൽകിയിരുന്നത്. ഒരിക്കൽ ലാഭവിഹിതം ലഭിച്ചാൽ പിന്നെ അവർ തന്നെ ഈ തട്ടിപ്പിന്റെ അംബാസിഡർമാരാകുന്ന അവസ്ഥയായിരുന്നു. ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായി പ്രവർത്തിച്ചിരുന്ന മുഖ്യപ്രതി ബിബിൻ അവിടെ നിന്ന് ലഭിച്ച ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ട്രേഡിംഗിലേക്ക് ആളുകളെ ചേർത്തിയത്. ഊഹക്കച്ചവടത്തിൽ നിക്ഷേപകർക്ക് പണം വേഗത്തിൽ തിരിച്ചു നൽകിയതോടെ ഇടപാടുകാർക്ക് വിശ്വാസം കൂടി. പണം ഒഴുകിയതോടെ ബിബിൻ ബാങ്ക് ജോലി ഉപേക്ഷിച്ചു. പിന്നീട് ദുബായിലും സ്ഥാപനങ്ങൾ തുടങ്ങി. നിക്ഷേപ തുകകൾ കൈകാര്യം ചെയ്യുന്നതിൽ പാളിച്ച വന്നതോടെയാണ് ബില്യൺ ബേസ് എന്ന സ്ഥാപനം പൊളിഞ്ഞത്. ഇതോടെ ഇടപാടുകാർക്ക് പലിശയും മുതലും നൽകാതെ ബിബിനും ഭാര്യയും ദുബായിലേക്ക് മുങ്ങുകയായിരുന്നു. കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടങ്ങളുമായി വീട്ടമ്മമാർ കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിലെത്തി. ചിങ്ങംകാവ് ആദൂർക്കുന്ന് സീനിയർ ഗ്രൗണ്ട് പരിസരവാസികളാണ് പഞ്ചായത്തിലെത്തി പ്രതിഷേധിച്ചത്. പഞ്ചായത്തിലെ 8-ാം വാർഡിൽ ഉൾപ്പെട്ട വെള്ളറക്കാട് സീനിയർ ഗ്രൗണ്ട് പരിസരം രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ്. 40ഓളം കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിന്റെയും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പദ്ധതികളിൽ ഉൾപ്പെടുത്തി 3 വർഷം മുൻപ് കുഴൽക്കിണറും 2 വർഷം മുൻപ് ജലസംഭരണിയും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി പൂർത്തിയാക്കി കുടിവെള്ളം ലഭ്യമാക്കാൻ പഞ്ചായത്ത് അധികൃതർ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. പൈപ്പിടൽ പൂർത്തീകരിക്കാത്തതാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തടസ്സമാകുന്നത്. MLA ഫണ്ടിൽ നിന്ന് ഇതിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ തികഞ്ഞ അനാസ്ഥയാണ് അധികൃതർ കാണിക്കുന്നതെന്ന് ആരോപണമുയരുന്നു. കാലങ്ങളായിട്ട് കുടിവെള്ളമില്ലാത്തൊരു മേഖലയാണ് ആദൂര് കുന്ന് പ്രദേശം. അവിടുത്തെ ആളുകൾ ഒരുപാട് കാലമായിട്ട് കുടിവെള്ള പദ്ധതിക്ക് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 വർഷം മുന്നേ അവിടെ കോയിലടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷം മുന്നേ അവിടെ ടാങ്ക് പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫണ്ടും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാ മേഖലകളിൽ നിന്നുള്ള പൈസ MLA ഫണ്ടും വിഹിതമൊക്കെ ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ. എന്നിട്ട് പോലും വേനൽക്കാലത്ത് പോലും വെള്ളം മേടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുടിവെള്ള പദ്ധതി മനഃപൂർവ്വം വൈകിക്കുന്ന പോലെ ഒരുപാട് പരാതികൾ കൊടുത്തു. പെട്ടെന്ന് പണിയണമെന്ന് പറഞ്ഞിട്ട് കളക്ടർക്ക് വരെ പരാതി കൊടുത്തു. കളക്ടർക്കുള്ള പരാതിയിൽ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിനോട് റിപ്പോർട്ട് വരെ തേടിയിട്ട് ആ റിപ്പോർട്ട് വരെ സമർപ്പിക്കാനോ അതിന്റെ പരാതിക്കാർക്ക് മറുപടി കൊടുക്കാൻ പോലും കടങ്ങോട് പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. മഴക്കാലത്ത് പോലും കുടിവെള്ളത്തിന് പ്രയാസം അനുഭവിക്കുന്ന മേഖലയാണിത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ 400 രൂപ ചെലവഴിച്ചാണ് പ്രദേശവാസികൾ വെള്ളം വാങ്ങുന്നത്.
നമുക്ക് ഈ വെള്ളത്തിന്റെ ഈ ഒരു പദ്ധതിക്ക് എന്തെങ്കിലും ഒരു സമാധാനമായിട്ടുള്ളൊരു നീക്കുപോക്ക് ഞങ്ങൾക്ക് ഇന്നവരെ അവിടെ ആ ഭാഗത്തുനിന്നായിട്ട് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്ത് 2-3 കിണറുണ്ട്, പക്ഷെ അവിടെ ഒന്നും വെള്ളമില്ല. ഞങ്ങൾ വെള്ളം 3 മാസം 4 മാസം ഞങ്ങൾ വെള്ളം കാശ് കൊടുത്ത് മേടിക്കുകയാണ്. ലൈഫിന്റെ 7 വീടുകൾ ഇപ്പൊ ഉണ്ട് അവിടെ. അവിടെ എവിടെയും ആർക്കും വെള്ളമില്ല, എവിടെയും വെള്ളമില്ല. കുന്നും പ്രദേശമായാണ് ഞങ്ങൾക്ക് കിണറ്റിൽ വെള്ളം വരുന്നില്ല. കുടിവെള്ള പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും അതുവരെ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിന് സമീപമുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ തീപിടുത്തം. കൊടകര മറ്റത്തൂർക്കുന്ന് കൈമുക്കുമന ശങ്കരൻ നമ്പൂതിരിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിൽ 2 മുറികളുടെയും ഹാളിന്റെയും മേൽക്കൂരകളും അലമാര, ഫാൻ, ഫ്രിഡ്ജ്, ജനലുകൾ എന്നിവ ഭാഗികമായി കത്തിനശിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീയണച്ചത്. 1.25 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കുന്നംകുളം ചൊവ്വന്നൂർ അയ്യപ്പറമ്പ് ഫാത്തിമ കോൺവെന്റിന് സമീപം അഗ്നിബാധ. ഏക്കർ കണക്കിന് പറമ്പില് ഉണങ്ങിയ പുല്ലുകളും മരങ്ങളും കത്തിനശിച്ചു. അഗ്നിസേനയെത്തി തീയണച്ചു. തൃശൂർ പുഴയ്ക്കൽ പാടത്ത് തീപിടുത്തം. ആര്യാസ് ഹോട്ടലിന് മുൻവശത്തുള്ള പാടത്തെ പുല്ലിനാണ് തീപിടിച്ചത്. കനത്ത വെയിലും കാറ്റും തീ പകരാൻ ഇടയാക്കി. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കുന്നംകുളം ചൊവ്വന്നൂരിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി വീണ് ചൊവ്വന്നൂർ പഞ്ചായത്തിന് സമീപത്തെ പറമ്പില് ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്നാണ് CPM പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചത്. ഇതിനിടെ പടക്കത്തിൽ നിന്ന് തീപ്പൊരി സമീപത്തെ പറമ്പിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തീ ആളിപ്പടരുന്നത് കണ്ടതോടെ CPM പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സമീപത്തെ ഹോട്ടലിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ചാവക്കാട് തിരുവത്രയിൽ കടയിൽ മോഷണം. 10,000 രൂപ മോഷണം പോയി. തിരുവത്ര കുമാർ സ്കൂളിന് മുൻവശം അയിനപ്പിള്ളി ഹരിലാലിന്റെ ഉടമസ്ഥതയിലുള്ള HS ബിൽഡിംഗ് മെറ്റീരിയൽ കടയിലാണ് മോഷണം നടന്നത്. കട തുറക്കാനെത്തിയപ്പോഴാണ് പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് RH ഹാരിസ്, സെക്രട്ടറി TV ആനന്ദ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. വരാക്കര കപ്പേളയ്ക്ക് സമീപം ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പയ്യാക്കര സ്വദേശി മൽപ്പാൻ വീട്ടിൽ നിക്സനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആമ്പലൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഓട്ടോ തെക്കേക്കര റോഡിലേക്ക് തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ബൈക്ക് ഓട്ടോയിലിടിക്കുകയായിരുന്നു. പാർട്ടി അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ അനിൽ അക്കര. തളിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിലായിരുന്നു അനിൽ അക്കരയുടെ പ്രസ്താവന. ആലോചിച്ച ഉറച്ച തീരുമാനമായിരുന്നുവെന്ന് അനിൽ അക്കര പിന്നീട് ഫേസ്ബുക്കിൽ കുറിച്ചു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് പൂരത്തിനിടെ സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. അയനൂർ സ്വദേശികളായ അഷിത്ത്, സുഷിത്ത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ചിറവരമ്പത്തുകാവ് പൂരത്തിന്റെ ഭാഗമായി വീര സർവകർ കമ്മിറ്റി വേല കൊണ്ടുപോകുന്നതിനിടെ പഴഞ്ഞി സ്കൂളിന് സമീപം വെച്ച് കണ്ടാലറിയാവുന്ന 2 പേർ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ സഹോദരങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. PSC അംഗങ്ങൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചതിലും ആശാ വർക്കർമാർക്ക് വേതനം നൽകാത്തതിലും പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിണറായി വിജയന്റെ കോലം കത്തിച്ചു. തൃശൂർ കോർപ്പറേഷനു മുന്നിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് C. പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറീൻ തേർമടം, അസീസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മഹേഷ് കാർത്തികേയൻ, പഞ്ചു K. തോമസ് എന്നിവർ സംസാരിച്ചു.
ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരുമനയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു. മുൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹംസ കാട്ടത്ര ഉദ്ഘാടനം ചെയ്തു. ഒരുമനയൂർ മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഒരുമനയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലീന സജീവൻ, ജ്യോതി ബാബുരാജ്, മുൻ വാർഡ് മെമ്പർ നസീർ മൂപ്പിൽ, വാർഡ് മെമ്പർ ആരിഫ ജുഫൈർ എന്നിവർ സംസാരിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ട്രാഫിക് നിയന്ത്രണങ്ങളിൽ വലഞ്ഞ യാത്രക്കാർ. മുതുവറ പുഴയ്ക്കൽ റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിച്ചു നീക്കിയുള്ള പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മറുഭാഗത്തുകൂടിയാണ് ഇരുവശത്തേക്കും ഒരേ സമയം വാഹനങ്ങൾ കടത്തിവിടുന്നത്. രാവിലെയും വൈകിട്ടും വലിയ ഗതാഗത കുരുക്കാണ് മേഖലയിൽ അനുഭവപ്പെടുന്നത്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. പുഴയ്ക്കൽ റോഡിലേക്കുള്ള വാഹനങ്ങൾ പൂങ്കുന്നത്ത് നിന്ന് പടിഞ്ഞാറേക്കോട്ട വഴിയാണ് തിരിച്ചുവിടുന്നത്. ഇതുമൂലം തിരക്കേറിയ പടിഞ്ഞാറേക്കോട്ടയിലും ഗതാഗത കുരുക്ക് രൂക്ഷമാണ്. കവിയും ഗാനരചയിതാവുമായ P. ഭാസ്കരന്റെ ഓർമ്മകൾക്ക് ഇന്നേക്ക് 18 വർഷം. ഫെബ്രുവരി 25 P. ഭാസ്കരന്റെ വേർപാട്. കവി, എഴുത്തുകാരൻ, സിനിമാ സംവിധായകൻ, നടൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ, അങ്ങനെ മലയാളിക്ക് എല്ലാമായിരുന്നു P. ഭാസ്കരൻ. 250 ചിത്രങ്ങളിലായി 3000 ഗാനങ്ങൾ ഉതിർന്നു വീണു ആ തൂലികത്തുമ്പിൽ നിന്ന്. 47 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 7 ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1924 ഏപ്രിൽ 21 കൊടുങ്ങല്ലൂരിലാണ് ജനനം. 1949 ഒരു തമിഴ് ചലച്ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചുകൊണ്ടാണ് P. ഭാസ്കരൻ സിനിമാ മേഖലയിലേക്ക് കടന്നുവന്നത്. അപൂർവ സഹോദരങ്ങൾ എന്ന ചിത്രത്തിൽ പല ഭാഷകൾ കോർത്തിണക്കിയ ഗാനത്തിൽ മലയാള ശകലമായിരുന്നു അദ്ദേഹം രചിച്ചത്. 1950 ചന്ദ്രിക എന്ന മലയാള ചലച്ചിത്രത്തിന് പാട്ടെഴുതി. 1954 രാമു കാര്യാട്ടുമായി ചേർന്ന് നീലക്കുയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തു. സോഷ്യൽ റിയലിസം ആദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തിയ സിനിമ. താമസമെന്തേ വരുവാൻ, പ്രാണസഖി ഞാൻ വെറുമൊരു, ഇന്നലെ നീയൊരു സുന്ദര രാഗമായി, തളിരിട്ട കിനാക്കൾ തൻ, അഞ്ജന കണ്ണെഴുതി, ഇന്നെനിക്ക് പൊട്ടുകുത്താൻ തുടങ്ങി, എത്രയോ ഗാനങ്ങൾ. പൊയ്പോയ സുവർണകാലത്തെ വാക്കുകൾ അടുക്കി വെച്ച് ശ്രോതാവിന് മുന്നിലെത്തിച്ച ദൃശ്യാനുഭവമാണ് P. ഭാസ്കരന്റെ രചനകൾ നൽകിയിരുന്നത്. മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. കൾച്ചറൽ ഡെസ്ക്, TCV. ഗായകൻ P. ജയചന്ദ്രൻ അവസാനം പാടിയ ഗാനം വടക്കുന്നാഥനെ വലം വെച്ച് പാടാനൊരു ഇടയ്ക്കയാകുവാൻ മോഹം എന്ന ഭക്തിഗാനം വടക്കുന്നാഥ സന്നിധിയിൽ പ്രകാശനം ചെയ്തു. ജയചന്ദ്രന്റെ ഭാര്യ ലളിതയും സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചത് വിഷ്ണുദാസ് ചേർത്തലയാണ്. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് പുല്ലിന് തീപിടിച്ചു. സമീപത്തെ പള്ളിയും മറ്റ് കെട്ടിടങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമുള്ള സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. പുല്ല് പിടിച്ച സ്ഥലത്തെ വാഹനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉടനെ തന്നെ അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. തീരദേശ റോഡുകളുടെ പുനരുദ്ധാരണ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അനുവദിച്ച തുക ഉപയോഗിച്ച് എടത്തിരുത്തി പഞ്ചായത്തിൽ നിർമ്മിച്ച EKC റോഡിന്റെയും ഇയാനി റോഡിന്റെയും ഉദ്ഘാടനം നടന്നു. EKC റോഡ് അഴിമാവു പാലം പരിസരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയൻ ഓൺലൈനായി റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ MT രാജീവ്, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ PR നിഖിൽ, വാസന്തി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ധീരനായ
പൊതുപ്രവർത്തകനായിരുന്നു കെ പി വിശ്വനാഥനെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. പ്രഥമ കെ പി വിശ്വനാഥൻ സ്മാരക പുരസ്കാരം തൃശൂരിൽ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മെ ഭയപ്പെടുത്തുന്ന വിധം കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുകയാണ്. ഒരു വാഹനം ഓവർടേക്ക് ചെയ്താൽ പോലും ഭയപ്പെടുത്തുന്ന വിധം ലഹരി വിപത്തായി മാറിയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്നു കെ പി വിശ്വനാഥനെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. സഹകരണ പ്രസ്ഥാനത്തിന് ഏറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് കെ പി എന്നും തേറമ്പിൽ അഭിപ്രായപ്പെട്ടു. പുരസ്കാര വിതരണ ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, നിയുക്ത UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് TS സജീവൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, N ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചവെച്ച പ്രിയപ്പെട്ട തേറമ്പിൽ സാറിന് ഈ സംഗമത്തിലേക്ക് കടന്നു വന്നതിനും ഈ ഒരു വലിയ പുരസ്കാരം എൻ്റെ അർഹതയ്ക്കപ്പുറത്തുള്ളൊരു അംഗീകാരത്തെ കൈകളിൽ ഏൽപ്പിച്ചതിനും അവസാനം പറഞ്ഞ വാക്ക് അത് ഏറ്റവും വിലപ്പെട്ടതായി കണക്കാക്കുന്നു. അനുഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ വാക്കിനും ഹൃദയം നിറഞ്ഞ നന്ദി തീർച്ചയായിട്ടും ഈ വേദിയിൽ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എനിക്കിത് ഒരു അംഗീകാരത്തെക്കാൾ കൂടുതൽ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത് എന്നുകൂടെ അതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ കടന്നു വന്ന വഴികളോ പാർട്ടി തന്ന അവസരങ്ങളോ അതുമൂലമുണ്ടായ പദവികളോ അതുമൂലമുണ്ടായ പ്രവൃത്തികളോ അതിനേക്കാൾ എല്ലാത്തിലും ഉപരി കെ പി വിശ്വനാഥ് സാറിൻ്റെ പേരിലൊരു അവാർഡ് എന്ന് പറയുമ്പോൾ, KPയുടെ പേരിലൊരു അവാർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഇതുവരെ ഉള്ളതിനും ലഭിക്കുന്ന അംഗീകാരം എന്നതിനേക്കാൾ കൂടുതൽ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കുള്ളൊരു വലിയ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിക്കുന്നത് എന്നാണ് ഉറച്ച വിശ്വാസം. അത് പദവിയുടെയും അല്ലെങ്കിൽ നേരത്തെ സജീവ് മാഷ് പറഞ്ഞതുപോലെ ഭാവി പ്രഖ്യാപനങ്ങളുടെ അല്ല. നർമ്മ സംഭാഷണങ്ങൾ കൊണ്ട് മലയാള സിനിമയിൽ തിളങ്ങിയ മലയാളത്തിന്റെ പ്രിയതാരം കുതിരവട്ടം പപ്പു ഓർമ്മയായിട്ട് ഇന്നേക്ക് 25 വർഷം. 17-ാം വയസ്സിൽ കുപ്പയിൽ നിന്ന് സിനിമയിലേക്കെന്ന ആദ്യ നാടകത്തിലൂടെ നാടകരംഗത്തിലേക്കെത്തിയ പപ്പു മൂടുപടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത്. അങ്ങാടി, മണിച്ചിത്രത്താഴ്, ചെമ്പരത്തി, വെള്ളാനകളുടെ നാട്, അവളുടെ രാവുകൾ എന്നിങ്ങനെ 1500ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച പപ്പുവിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായത് ഭാർഗവി നിലയം എന്ന ചിത്രമാണ്. ഈ സിനിമയാണ് പത്മതലാക്ഷനായിരുന്ന കുതിരവട്ടം പപ്പുവിനെ മലയാളികൾക്ക് ഇഷ്ടതാരമാക്കി മാറ്റുന്നത്. അഹന്തയുടെ മോന്തായത്തിൽ മന്ദുകാരമായി കുന്തി കുന്തി നടക്കുന്ന നീ. വെള്ളാനകളുടെ നാട്ടിലെ ഇപ്പ ശരിയാക്കി തരാമെന്ന് പറയുന്ന മെക്കാനിക്, ഏയോട്ടോയിലെ ഓട്ടോ ഡ്രൈവർ, തേന്മാവിൻ കൊമ്പത്തിലെ അമ്മാവൻ, മൺചിത്രത്താഴിലെ കാട്ടുപറമ്പൻ തുടങ്ങിയ വേഷങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു. ലക്ഷക്കണക്കിന് ഉറുപ്പ്യന്റെ കള്ളക്കടത്ത് നടത്തി അവിടുന്ന് അറബിനെയും പറ്റിച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു വരവെടുത്തു. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞിട്ടാ അറിയാം, ഓട്ടോറിക്ഷ ഓട്ടിച്ച് ക്ലച്ചും പോയി ബ്രേക്കും പോയി ക്ഷയം പിടിച്ച് പിച്ചക്കാരമാര് ചികിത്സിക്കാൻ പൈസ ഇല്ലാന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ വരവ്. അപ്പൊ മൊയ്തുട്ടിക്ക ഒരു ബിസ്ക്കറ്റ് തരിക. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തരുന്നിട്ട് എന്ത് ബിസ്ക്കറ്റ് തരുന്നറിയാം, പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച നരസിംഹമായിരുന്നു പപ്പു അഭിനയിച്ച അവസാനത്തെ ചിത്രം. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നുള്ള ഡയലോഗുകളും പലവിധ ഭാഷവിശേഷങ്ങളും ട്രോളുകളിലൂടെ ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ്. ഞാൻ പട്ടി ചുമ്മാതല്ലടാ നിന്നെ കരിമ്പൂതെന്ന് വിളിക്കുന്നത്. ഒരു പിടി നർമ്മവേഷങ്ങളിലൂടെ പപ്പു ഇന്നും മലയാള മനസ്സിൽ ജീവിക്കുന്നു. TCV തൃശൂർ. സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തെ പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം പ്രസിഡന്റ് AI സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി KK ഷൌക്കത്ത് അലി, മണ്ഡലം വൈസ് പ്രസിഡന്റ് ON ഹരിദാസ്, KR പ്രഭാകരൻ, CM ഉണ്ണികൃഷ്ണൻ, TD ദശോബ് എന്നിവർ സംസാരിച്ചു. ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് കൊണ്ടാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തെ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി P സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മോഹനൻ പാറത്തുടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ശശീധരൻ, PM അനീഷ്, ശിവൻ വീട്ടിക്കുന്ന, M അയ്യാവു എന്നിവർ സംസാരിച്ചു.
ആദൂർ മഹാത്മാ LP സ്കൂൾ വാർഷികം കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം PA മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, സ്കൂൾ മാനേജർ PK വിനയകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് VS പാർവതിയെയും കോഴിക്കോട് നടന്ന ഫാഷൻ ഷോ മിസ്റ്റർ കേരളയിൽ 2ാം സ്ഥാനം നേടിയ ആദിത്യ അജിത്തിനെയും CMPയുടെയും DDFന്റെയും ആഭിമുഖ്യത്തിൽ ആദരിച്ചു. മുൻ ആസൂത്രണ സമിതി അംഗം CP ജോൺ ആദരണം നിർവഹിച്ചു. ജോസ് മാറോക്കി അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ, CMP നേതാക്കളായ PRN നമ്പീശൻ, വികാസ് ചക്രപാണി, മിനി, ശശി നെട്ടിശ്ശേരി എന്നിവർ സംസാരിച്ചു. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹാഭിഷേകവും നാളെ നടക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സമൂഹാഭിഷേകം നടക്കും. മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, അന്നദാനം, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവയും ഉണ്ടാകും. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന സ്വർണ്ണവില. പവന് 160 രൂപ വർദ്ധിച്ചു. 64,600 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. ഗ്രാമിന് 20 രൂപയാണ് വർദ്ധിച്ചത്. 8,075 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. കഴിഞ്ഞ മാസം 22-നാണ് പവൻ വില ചരിത്രത്തിലാദ്യമായി 60,000 കടന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുളങ്ങുന്നത്തുകാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പന്തംകുളത്തി പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജയദീപ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു വർഗീസ്, ബ്ലോക്ക് ട്രഷറർ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറീന ബാബു എന്നിവർ പങ്കെടുത്തു. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച സയൻസ് ലാബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത രാജീവ്, അളഗപ്പ നഗർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് NS ശാലിനി, പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ റോയ് തോമസ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ബ്ലാങ്ങാട് കടപ്പുറത്തെ ആവേശത്തിലാക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ ബീച്ച് ഫെസ്റ്റ്. നാടൻ പാട്ടും അയൽക്കൂട്ടങ്ങളുടെ കലാപരിപാടികളും വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളുമായി ഫെസ്റ്റ് 1-ാം ദിനം സഞ്ചാരികളെയും കാണികളെയും ആവേശത്തിലാക്കി. ബ്രീത്ത് ബീറ്റ്സ് എന്ന പേരിൽ ആരംഭിച്ച ബീറ്റ് ഫെസ്റ്റിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് എത്തിയത്. ഫെബ്രുവരി 26 വരെയാണ് ഫെസ്റ്റ്. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. രുചിയുടെ വേറിട്ട അനുഭവം നൽകുവാൻ 9 ഫുഡ് കോർട്ടുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഫുഡ് കോർട്ടിൽ താരമായത് അട്ടപ്പാടിയിൽ നിന്നും എത്തിയ കുടുംബശ്രീകളുടെ വനസുന്ദരി എന്ന പേരിൽ വിവിധ ഔഷധക്കൂട്ടുകൾ ചേർന്ന പ്രത്യേക ചിക്കൻ വിഭവമാണ്. വിവിധതരം പായസങ്ങളും മന്തി, ഫ്രൈഡ് റൈസ്, പിടിക്കോഴി, തട്ടുദോശ, ബൻ പൊറാട്ട, പഴംപൊരി ബീഫ്, ചിക്കൻ പിരട്ട് തുടങ്ങി നിരവധി ഭക്ഷ്യവിഭവങ്ങളാണ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമത്തിൽ നിന്നുള്ള സംരംഭകരുടെ തുണിത്തരങ്ങൾ, നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ള വൈവിധ്യം നിറഞ്ഞ ശേഖരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. 28-ൽ പരം കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ബീച്ച് ഫെസ്റ്റിവലിനെ ആകർഷമാക്കുന്നത്. TCV ന്യൂസ്, ചാവക്കാട്. പാടു ഇടിയഞ്ചിറയിൽ CPM നേതാവും പട്ടികജാതി സഹകരണ സംഘം ഡയറക്ടറുമായിരുന്ന TV അർജുനൻ അനുസ്മരണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. CPM വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KA ബാലകൃഷ്ണൻ അധ്യക്ഷനായി. K ബാബു, KV മനോഹരൻ, KA സതീഷ്, KJ സുമേഷ്, CS രമേശൻ, CS പ്രകാശൻ, വാസന്തി ആനന്ദൻ എന്നിവർ സംസാരിച്ചു. ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രം കഴിയുന്ന കാര്യമാണ്.
എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. എളവള്ളി പാറ സെന്ററിൽ നടത്തിയ പ്രതിഷേധ ജ്വാല ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AD സാജു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. കോൺഗ്രസ് നേതാക്കളായ തച്ചക്കുളം പരമേശ്വരൻ, റാഷിദ് എളവള്ളി, ലിസി വർഗീസ്, ജൂലി തോമസ്, മായ സജീഷ്, രവീന്ദ്രൻ കാക്കനാട്ട്, CT ഫ്രാൻസിസ്, റാഫി എളവള്ളി എന്നിവർ സംസാരിച്ചു. പടിഞ്ഞാറെ വെമ്പലു MES അസ്മാബി കോളേജിലെ ബോട്ടണി വിഭാഗവും ഹോൺബിൽ ഫൗണ്ടേഷനും സംയുക്തമായി ബ്രിഡ്ജിംഗ് സയൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ഇക്കോ റിസറ്ററേഷൻ എന്ന വിഷയത്തിൽ ദ്വിദിന സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G കൃഷ്ണൻ, കേരള വന ഗവേഷണ കേന്ദ്രത്തിന്റെ മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ N ശശിധരൻ, നാഷണൽ സെന്റർ ഫോർ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലെ മുതിർന്ന പ്രൈമറ്റോളജിസ്റ്റ് ഡോക്ടർ അജിത് കുമാർ, ഇന്ത്യൻ കൌൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ചിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ P രാജശേഖരൻ, ഡോക്ടർ അമിതാഭ് ബച്ചൻ, ദേവിക M അനിൽകുമാർ തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഒരുപാട് മാറി ഇല്ലേ? നിങ്ങളെ കുട്ടികളെ ഡിഗ്രി, PG, PhD തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, കോൺഗ്രസ് നേതാക്കളായ K കുഞ്ഞുണ്ണി, VK രഘുനാഥൻ, KS കൃഷ്ണൻ, A സതീശൻ, PD റോയ്, ഭാസ്കരൻ കൊട്ടിലിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല DCC ജനറൽ സെക്രട്ടറി സിജു പാവർട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബെർട്ടിൻ ചെറുവത്തൂർ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി പാവറട്ടി, പഞ്ചായത്ത് മെമ്പർ TK സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് നേതാവും ചാവക്കാട് നഗരസഭ പ്രഥമ ചെയർമാനുമായിരുന്ന K ബീദു സാഹിബിന്റെ 35ാം ചരമവാർഷിക ദിനത്തിൽ തിരുവത്ര മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവത്ര പുത്തൻ കടപ്പുറം സെന്ററിൽ അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും നടന്നു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്ര മരക്കാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂനപക്ഷ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി K ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. മുൻ KPCC അംഗം CA ഗോപപ്രതാപൻ, തിരുവത്ര മേഖലാ കോൺഗ്രസ് പ്രസിഡന്റ് HM നൌഫൽ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PV ബദ്രുദ്ദീൻ, MS ശിവദാസ് എന്നിവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിക്കുന്ന ഡോക്ടർ ഗോപകുമാർ ചോലയിൽ രചിച്ച കാലം തെറ്റിയ കാലാവസ്ഥ ഒരു പാഠപുസ്തകം മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പ്രകാശനം ചെയ്തു. ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജോർജ് തോമസ്, ഡോക്ടർ KR ജനാർദ്ദനൻ, ഡോക്ടർ K വിദ്യാസാഗർ, അഡ്വക്കേറ്റ് TV രാജു എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ അന്യായമായ നികുതി വർധനയ്ക്കെതിരെ കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ വില്ലേജ് ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാന്റോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ ജോമൻ വലിയ വീട്ടിൽ, ജയ്ഹിന്ദ് രാജൻ, ഡൊമിനി ആലപ്പാട്ട്, മോളി പിയൂസ് എന്നിവർ സംസാരിച്ചു. ഇതിലേറെ രസകരമായ വസ്തുത എന്തുകൊണ്ട് തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ഇന്നും നാളെയുമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് PK സുനിൽകുമാർ, ജനറൽ സെക്രട്ടറി TR സജീവ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണലൂർ മണ്ഡലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ND ഇനാശു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MS സുധാകരൻ അധ്യക്ഷത വഹിച്ചു. മണലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ദിലീപ് കൊട്ടിലയ്ക്കൽ, മണ്ഡലം സെക്രട്ടറി പ്രേമൻ കാണാട്ട്, CA ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ മെയ് 2, 3, 4 തീയതികളിൽ ആഘോഷിക്കും. തിരുനാൾ കമ്മിറ്റി യോഗത്തിൽ വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനറായി എലുവത്തിങ്കൽ ആന്റണി വർഗീസിനെ തിരഞ്ഞെടുത്തു.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മികച്ച മൂന്നാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മറ്റത്തൂർ പഞ്ചായത്തിനെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി തുടങ്ങിയവർ സംസാരിച്ചു. തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം ബസ് സ്റ്റാൻഡിന് സമീപത്തായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. അധികൃതർ നടപടിയെടുക്കാത്തത് മൂലം കുടിവെള്ളക്ഷാമം നേരിടുന്ന മലവട്ടം പ്രദേശവാസികൾ ദുരിതത്തിലായിരിക്കുകയാണ്. KCEC AITC സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് VM അനിൽ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, AITC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കരുവന്തല ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരിപ്പാട് പൂജകൾക്ക് നേതൃത്വം വഹിച്ചു. മേൽശാന്തി പ്രകാശൻ എമ്പ്രാന്തിരി കൊടിയേറ്റം നിർവഹിച്ചു. മാർച്ച് 4-നാണ് ഉത്സവം. ഗുരുവായൂർ പപ്പടത്തിന് ഭൌമസൂചിക പദവി ലഭിക്കുന്നതിനായുള്ള പഠന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൊടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കാദംബരി സന്നദ്ധ സംഘടനയാണ് നബാർഡിന്റെ സഹകരണത്തോടെ പഠന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. ഗുരുവായൂർ പപ്പട നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ പരമ്പരാഗത ജ്ഞാനവും നിർമ്മാണ നൈപുണ്യവും മറ്റ് പ്രത്യേകതകളും രേഖപ്പെടുത്താനും ഔപചാരികമാക്കാനും നിയമപരിരക്ഷ ഉറപ്പാക്കാനും അനധികൃത അനുകരണം തടയാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഉൽപ്പന്നത്തിന്റെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും സാങ്കേതിക പിന്തുണയും നൈപുണ്യ വികസന സംരംഭകത്വ വികസന പരിശീലന പരിപാടികളും പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പാക്കാൻ ആലോചിക്കുന്നതായി കാദംബരി ഡയറക്ടർ VV രാജശ്രീ പറഞ്ഞു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയുടെ നേതൃത്വത്തിൽ സക്സസ് ഫ്യൂവൽ എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിജയഭാനു ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ അധ്യക്ഷത വഹിച്ചു. ബ്രെയിൻ റിവയറിംഗ് മനുഷ്യ മനസ്സിന്റെ പ്രവർത്തനങ്ങളിലും പെരുമാറ്റ രീതിയിലും മാറ്റങ്ങൾ വരുത്തി ജീവിതത്തെ വിജയപഥത്തിലെത്തിക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ വിജയഭാനു അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, സൈക്കോളജി വിഭാഗം മേധാവി AK സുരേഷ്, P കീർത്തന തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷവും ബലിതർപ്പണവും ബുധനാഴ്ച നടക്കും. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറും. രാത്രി 12 മണി മുതൽ ക്ഷേത്ര നടപ്പന്തലിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. ക്ഷേത്രം മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി ബൈജു എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിക്കും. വളർത്തുമൃഗങ്ങളുടെ ചികിത്സയിൽ ഹോമിയോപ്പതി ചികിത്സ കൂടി ഉൾപ്പെടുത്തണമെന്ന് തൃശൂർ ഗോട്ട് ആൻഡ് കൌ ലവേഴ്സ് അസോസിയേഷൻ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൃശൂർ ഗോട്ട് ആൻഡ് കൌ ലവേഴ്സ് അസോസിയേഷന്റെ 5ാമത് വാർഷിക കുടുംബ സംഗമവും ജനറൽ ബോഡി യോഗവും വെറ്റിനറി സർജൻ ഡോക്ടർ CK സിൽവൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ രക്ഷാധികാരി AY മോഹൻദാസ് അധ്യക്ഷനായി. റിയാസ് കേച്ചേരി, ലിജോ പനക്കൽ, ഔസേബ് എടക്കളത്തു, ആയത്തുള്ള മുടിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലയിൽ മികവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 8,060 രൂപ, പവന് 64,480 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിനെതിരെ CPM ജില്ലാ കമ്മിറ്റി BSNL ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. CPMന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ BJP ഫാസിസ്റ്റ് അല്ലെന്ന് പറഞ്ഞിരിക്കുന്നത് നല്ല ധാരണയോടെയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ.
ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 11ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. LDF സ്ഥാനാർത്ഥി ഷഹർബാൻ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പൂരലഹരിയിൽ ഉത്രാളിക്കാവ്, എങ്കേക്കാട്, കുമരനെല്ലൂർ, വടക്കാഞ്ചേരി ദേശങ്ങളുടെ പൂരാഘോഷം ആവേശ കൊടുമുടിയിൽ. കുമരനെല്ലൂർ ദേശത്തിന്റെ വെടിക്കെട്ട് വൈകിട്ട്. ബില്യൺ ബീസ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിൽ പരാതികളുടെ എണ്ണം കൂടുന്നു. 50-ലധികം പേരാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട വീട്ടമ്മമാർ കുടങ്ങളുമായി പഞ്ചായത്ത് ഓഫീസിലെത്തി. ചൂട് ശക്തമായതോടെ ജില്ലയിൽ വിവിധയിടങ്ങളിൽ തീപിടുത്തം. ഇരിങ്ങാലക്കുടയിൽ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ സാധന സാമഗ്രികൾ കത്തിനശിച്ചു. പുഴയ്ക്കൽ പാടത്തുണ്ടായ തീപിടുത്തത്തെ തുടർന്നുണ്ടായ കനത്ത പുക യാത്രക്കാരെ ദുരിതത്തിലാക്കി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.